മനുഷ്യന്റെ സാധാരണ രക്തസമ്മർദ്ദം 120/80. ഒരു സാധാരണ ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തിയുടെ രക്തസമ്മർദ്ദം ഏകദേശം 120/80 മില്ലിമീറ്റർ മെർക്കുറിയാണ്. സിസ്റ്റോളിക് മർദ്ദം 120 ഡയസ്റ്റോളിക് മർദ്ദം 80 ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി 1875 സ്ഥാപിച്ച ഹൈന്ദവ നവോത്ഥാന പ്രസ്ഥാനമാണ് ആര്യസമാജം. വേദങ്ങളുടെ പ്രാമാണ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാമൂഹിക പരിഷ്കരണത്തിന് ഇത് ഊന്നൽ നൽകി. ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ. പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപതിയാണ് രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരൻ. ഇദ്ദേഹം ഇന്ത്യൻ യൂണിയന്റെ തലവനും 3 സായുധ സേനകളുടെയും സർവ്വ സൈന്യാധിപനുമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു. ഹീമോഗ്ലോബിൻ. ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഇരുമ്പ് അടങ്ങിയ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും രക്തത്തിന് ചുവപ്പ് നിറം നൽകാനും ഇത് സഹായിക്കുന്നു. ആദ്യത്തെ മലയാള നോവൽ. ഇന്ദുലേഖ. ചന്തുമേനോൻ രചിച്ച ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി കണക്കാക്കപ്പെടുന്നത്. 1889 പ്രസിദ്ധീകരിച്ച ഇത് മലയാള സാഹിത്യ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ്. അട്ടപ്പാടി ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗോത്രവർഗ മേഖലയാണ് അട്ടപ്പാടി. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഇവിടെ കടുത്ത വരൾച്ചയും മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഒരു ഗ്രോസ് എത്ര എണ്ണം? 144. ഒരു ഗ്രോസ് എന്നാൽ 12 ഡസൻ അല്ലെങ്കിൽ 144 എണ്ണമാണ്. അളവുകൾ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പഴയ യൂണിറ്റാണിത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം എന്ന ഗാനം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. ഇത് അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുള്ളതാണ്. നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത്? കോസി. വടക്കൻ ബീഹാറിൽ തുടർച്ചയായി വെള്ളപ്പൊക്കവും ദിശമാറ്റവും വരുത്തുന്നതിനാൽ കോസി നദിയെ ബീഹാറിന്റെ ദുഃഖം അഥവാ നാശകാരിയായ നദി എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം. ദക്ഷിണേന്ത്യ. ഇന്ത്യയിൽ പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിലും കിഴക്കൻ മലനിരകളിലുമാണ് തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്നത്. കേരളം, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിന് പേരുകേട്ടതാണ്. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം. പരുത്തി. പരുത്തി വസ്ത്രങ്ങൾ തീപിടിക്കാൻ സാധ്യത കുറവായതുകൊണ്ടും ചൂടിനെ പ്രതിരോധിക്കുന്നതുകൊണ്ടും പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ. ഹരിയാനയിലെ കർണാലിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് NDRI ഇന്ത്യയിലെ ക്ഷീര ഗവേഷണത്തിലെ ഒരു പ്രധാന സ്ഥാപനമാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IARI ഇന്ത്യയിലെ കാർഷിക ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള പ്രധാന കേന്ദ്രമാണ്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് FRI ഇന്ത്യയിലെ വനശാസ്ത്ര ഗവേഷണത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നാണ്. സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംല. ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഛപ്രി ഇന്ത്യയിലെ ഉരുളക്കിഴങ്ങ് ഗവേഷണത്തിനായുള്ള കേന്ദ്രമാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കട്ടക്ക്. ഒഡീഷയിലെ കട്ടക്കിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CRRI ഇന്ത്യയിലെ നെല്ല് ഗവേഷണത്തിലെ ഒരു പ്രമുഖ സ്ഥാപനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. ഇന്ത്യൻ റെയിൽവേ.
ഇന്ത്യൻ റെയിൽവേ ജീവനക്കാരുടെ എണ്ണത്തിലും വ്യാപ്തിയിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. 1 ലിറ്റർ ജലത്തിന്റെ ഭാരം 1000 ഗ്രാം. സാധാരണ താപനിലയിലും മർദ്ദത്തിലും 1 ലിറ്റർ വെള്ളത്തിന്റെ ഭാരം ഏകദേശം 1000 ഗ്രാം അഥവാ 1 കിലോഗ്രാമാണ്. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്ക. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്കയാണ്. ഡ്രാക്ക് പാസേജ് എന്നറിയപ്പെടുന്ന ഒരു കടലിടുക്ക് ഇവയെ തമ്മിൽ വേർതിരിക്കുന്നു. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് ലെനിൻ. 1917-ലെ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവും ബോൾഷെവിക് പാർട്ടിയുടെ തലവനുമായിരുന്നു വ്ളാഡിമിർ ലെനിൻ. സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കുന്നതിൽ ഇദ്ദേഹം വലിയ പങ്കുവഹിച്ചു. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദി. ഒഡീഷയിലെ മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഹിരാക്കുഡ് അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നാണ്. ജുഹു ബീച്ച് എവിടെയാണ്? മുംബൈ. മഹാരാഷ്ട്രയിലെ മുംബൈയിൽ സ്ഥിതി ചെയ്യുന്ന ജുഹു ബീച്ച് അറേബ്യൻ കടലിന്റെ തീരത്തുള്ള ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. തംസ് അപ്പ് എന്തുതരം ഉൽപ്പന്നമാണ്? പാനീയം. തംസ് അപ്പ് എന്നത് ഒരു കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് അഥവാ പാനീയമാണ്. ഇത് കൊക്കകോള കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബ്രാൻഡാണ്. ഓട്ടിസ് എന്തുതരം ഉൽപ്പന്നമാണ്? ലിഫ്റ്റ്. എലിഷ ഓട്ടിസ് സ്ഥാപിച്ച ഓട്ടിസ് ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, ട്രാവലേറ്ററുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ലോകപ്രശസ്തമായ ഒരു കമ്പനിയാണ്. കാഡ്ബറീസ് എന്തുതരം ഉൽപ്പന്നമാണ്? മിഠായി. കാഡ്ബറീസ് എന്നത് ചോക്ലേറ്റുകളും മിഠായികളും നിർമ്മിക്കുന്ന ഒരു പ്രമുഖ ബ്രിട്ടീഷ് ബ്രാൻഡാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് ബ്രാൻഡുകളിലൊന്നാണ്. വിവേകാനന്ദ പാറ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ പാറ ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്വാമി വിവേകാനന്ദൻ ഇവിടെ ധ്യാനിച്ചിരുന്നു എന്നാണ് വിശ്വാസം. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് രാജാവിന്റെ. ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന ബക്കിംഗ്ഹാം കൊട്ടാരം ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയും ഭരണകേന്ദ്രവുമാണ്. വൈറ്റ് ഹൌസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? യു.എസ്. പ്രസിഡന്റ്. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും പ്രധാന പ്രവർത്തന കേന്ദ്രവുമാണ് വാഷിംഗ്ടൺ ഡിസിയിലുള്ള വൈറ്റ് ഹൌസ്. ഇന്ത്യയിൽ വർഷത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം ഡിസംബർ 22. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും കുറഞ്ഞ പകൽ വെളിച്ചവും ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയും അനുഭവപ്പെടുന്ന ദിവസമാണ് ശീതകാല അയനാന്തം. ഇത് സാധാരണയായി ഡിസംബർ 21 സംഭവിക്കുന്നു. ഗാന്ധിജിയുടെ ജനനം എന്നാണ്? 1869 ഒക്ടോബർ 2. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം. സാരാനാഥിലെ അശോകസ്തംഭത്തിലെ സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. സത്യമേവ ജയതേ എന്ന വാക്യം ഇതിന്റെ താഴെ കൊത്തിവച്ചിരിക്കുന്നു. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും ഇതുതന്നെയാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രതയും ദൈർഘ്യവും അളക്കുന്നതിനുള്ള ഉപകരണമാണ് സീസ്മോഗ്രാഫ്. റിക്ടർ സ്കെയിൽ ഉപയോഗിച്ചാണ് ഭൂകമ്പത്തിന്റെ തീവ്രത രേഖപ്പെടുത്തുന്നത്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെട്ടിരുന്നത് ഇന്തോനേഷ്യ. നിലവിലെ ഇന്തോനേഷ്യ 1949-ൽ സ്വാതന്ത്ര്യം നേടുന്നതിനു മുൻപ് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിൽ നെതർലൻഡ്സിന്റെ കോളനിയായിരുന്നു. അമേരിക്ക കണ്ടെത്തിയത് ആര്? ക്രിസ്റ്റഫർ കൊളംബസ്.
1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടെത്തി എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ കണ്ടെത്തൽ പുതിയ ലോകത്തിലേക്കുള്ള യൂറോപ്യൻ പര്യവേഷണങ്ങൾക്ക് വഴിയൊരുക്കി. ഇൻസുലിൻ കണ്ടുപിടിച്ചത് ആര്? ഫ്രെഡറിക് ബാന്റിങ്ങും ചാൾസ് ബെസ്റ്റും. പ്രമേഹം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഹോർമോണായ ഇൻസുലിൻ 1921 ഫ്രെഡറിക് ബാന്റിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്ന് കണ്ടെത്തി. ഈ കണ്ടെത്തൽ വൈദ്യശാസ്ത്രരംഗത്ത് ഒരു വലിയ മുന്നേറ്റമായിരുന്നു. എസ്.കെ. പൊറ്റക്കാട്ടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം 1980. പ്രശസ്ത മലയാള സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാട്ടിന് 1980 ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചു. ഭാരതത്തിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണിത്. കെന്നഡി വധിക്കപ്പെട്ട വർഷം 1963. അമേരിക്കയുടെ 35 സ്വരചിഹ്നം ആമത് പ്രസിഡന്റ് ജോൺ എഫ്. കെന്നഡി 1963 നവംബർ 22 ഡാളസിൽ വെച്ച് വെടിയേറ്റ് മരിച്ചു. ഈ സംഭവം ലോകമെമ്പാടും വലിയ ഞെട്ടലുണ്ടാക്കി. 1986 കാണപ്പെട്ട വാൽനക്ഷത്രം ഹാലി. ഹാലി വാൽനക്ഷത്രം ഒരു ഹ്രസ്വകാല വാൽനക്ഷത്രമാണ്. ഏകദേശം 75 മുതൽ 76 വരെ വർഷത്തിലൊരിക്കലാണ് ഇത് ഭൂമിയുടെ സമീപത്ത് ദൃശ്യമാകുന്നത്. അടുത്തതായി 2061 ഇത് വീണ്ടും ദൃശ്യമാകും. ചൈതന്യ ഭക്തിപ്രസ്ഥാനം പ്രചരിപ്പിച്ചത് എവിടെയാണ്? ബംഗാൾ. 15ാം നൂറ്റാണ്ടിലെ സാമൂഹിക മത പരിഷ്കർത്താവായിരുന്ന ചൈതന്യ മഹാപ്രഭു ബംഗാളിൽ ഭക്തിപ്രസ്ഥാനം പ്രചരിപ്പിച്ചു. കൃഷ്ണഭക്തിക്ക് പ്രാധാന്യം നൽകി കീർത്തനങ്ങളിലൂടെയും നൃത്തങ്ങളിലൂടെയുമാണ് അദ്ദേഹം ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്. സർവ്വരാജ്യസഖ്യം ഏതു വർഷമാണ് നിലവിൽ വന്നത്? 1920. ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം സമാധാനം നിലനിർത്തുന്നതിനായി 1920 സർവ്വരാജ്യസഖ്യം സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഇതിന് യുദ്ധങ്ങൾ തടയുന്നതിൽ പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇത് ഐക്യരാഷ്ട്രസഭയായി രൂപാന്തരപ്പെട്ടു. സസ്യങ്ങളുടെ പ്രതികരണശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ്. ഇന്ത്യൻ ഭൗതികശാസ്ത്രജ്ഞനും സസ്യശാസ്ത്രജ്ഞനുമായിരുന്ന ജഗദീഷ് ചന്ദ്രബോസ് സസ്യങ്ങൾക്കും ജീവനുണ്ടെന്നും അവ പ്രതികരിക്കുമെന്നും തെളിയിച്ചു. ക്രെസ്കോഗ്രാഫ് പോലുള്ള ഉപകരണങ്ങൾ അദ്ദേഹം ഇതിനായി വികസിപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി ദേവഗൌഡ. എച്ച്.ഡി. ദേവഗൌഡ ഇന്ത്യയുടെ 11 സ്വരചിഹ്നം ആമത് പ്രധാനമന്ത്രിയായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഈ പദവിയിലെത്തിയ രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. പി.വി. നരസിംഹറാവു ആയിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് അലി സഹോദരന്മാർ. ഒന്നാം ലോകമഹായുദ്ധാനന്തരം തുർക്കിയിലെ ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും ചേർന്നാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോൺ ടെന്നീസ്. പുരുഷന്മാർക്കായുള്ള ഒരു അന്താരാഷ്ട്ര ടീം ടെന്നീസ് മത്സരമാണ് ഡേവിസ് കപ്പ്. ലോക ടെന്നീസിലെ വേൾഡ് കപ്പ് എന്ന് ഇത് അറിയപ്പെടുന്നു. ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമീർ. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ഇത് അതിർത്തി പങ്കിടുന്നു. തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം എവിടെയായിരുന്നു? ബാബിലോൺ. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന ബാബിലോണിലെ തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം യൂഫ്രട്ടീസ് നദിയുടെ തീരത്തായിരുന്നു. സസ്യജാലങ്ങളാൽ നിറഞ്ഞ ഭീമാകാരമായ ടെറസ് പൂന്തോട്ടങ്ങളായിരുന്നു ഇത്. സ്ഫിങ്സ് ഏത് രാജ്യത്താണ്? ഈജിപ്ത്. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള സ്ഫിങ്സ് പ്രതിമ ഈജിപ്തിലെ ഗിസ പീഠഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ്? ഇറ്റലി. ഇറ്റലിയിലെ പിസ നഗരത്തിലുള്ള ചരിഞ്ഞ ഗോപുരം ലോകത്തിലെ പ്രശസ്തമായ നിർമ്മിതികളിൽ ഒന്നാണ്. ഇതിന്റെ അടിത്തറയിലെ ബലഹീന കാരണം ഇത് ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം.
സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഇതിന് ഭൂമിയുടേതിനേക്കാൾ 11 മടങ്ങ് വ്യാസമുണ്ട്. കൂടാതെ സൗരയൂഥത്തിലെ മറ്റ് എല്ലാ ഗ്രഹങ്ങളെക്കാളും വലിയ പിണ്ഡവുമുണ്ട്. സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ബേഡൻ പവൽ. ബ്രിട്ടീഷ് സൈനികനായ റോബർട്ട് ബേഡൻ പവൽ 1908 സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചു. യുവാക്കൾക്ക് സ്വഭാവരൂപീകരണവും പൗരബോധവും സാഹസികതയും നൽകുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ്? USA. ന്യൂയോർക്ക് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ലോകത്തിലെ പ്രശസ്തമായ അംബരചുംബികളിൽ ഒന്നാണ്. 1931 നിർമ്മിച്ച ഇത് ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു. ഏറ്റവും വലിയ തടാകം? കാസ്പിയൻ കടൽ. ലോകത്തിലെ ഏറ്റവും വലിയ തടാകമാണ് കാസ്പിയൻ കടൽ. യൂറോപ്പിനും ഏഷ്യക്കുമിടയിലായി സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു വലിയ ഉപ്പുജല തടാകമാണ്. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ഹോയാങ്ഹോ. ഹോയാങ്ഹോ നദി അഥവാ മഞ്ഞ നദി ചൈനയിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. ഇടയ്ക്കിടെയുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾ കാരണം ഇത് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു. ഏത് രാജ്യത്തിലെ ലിപിയായിരുന്നു ഹൈറോഗ്ലിഫിക്സ്? ഈജിപ്ത്. പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഒരുതരം ചിത്രലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഇത് ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നു. ആദ്യമായി ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കിയത്? എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടെല്ലറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1952 അമേരിക്ക ആദ്യത്തെ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചു. ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അടുത്തുള്ള വസ്തുക്കളും ദൂരെയുള്ള വസ്തുക്കളും വ്യക്തമായി കാണുന്നതിനായി ബൈഫോക്കൽ ലെൻസുകൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കണ്ടുപിടിച്ചു. ഇത് നേത്രശാസ്ത്ര രംഗത്തെ ഒരു പ്രധാന കണ്ടുപിടുത്തമായിരുന്നു. പാക് കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ്? ഇന്ത്യ, ശ്രീലങ്ക. ഇന്ത്യയുടെ തമിഴ്നാട് സംസ്ഥാനത്തിനും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള ഒരു കടലിടുക്കാണ് പാക് കടലിടുക്ക്. ബംഗാൾ ഉൾക്കടലിനെ പാക് ഉൾക്കടലുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ? സുന്ദർബൻസ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചുകിടക്കുന്ന സുന്ദർബൻസ് ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽവന പ്രദേശവും ഡെൽറ്റയുമാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികൾ ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹം? ഇന്തോനേഷ്യ. 17,000-ലധികം ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം. ഇത് തെക്കുകിഴക്കൻ ഏഷ്യയിലും ഓഷ്യാനിയയിലുമായി സ്ഥിതി ചെയ്യുന്നു. പാട്രിസ് ലുമുമ്പ ആരാണ്? കോങ്കോയുടെ സ്വാതന്ത്ര്യസമര നായകൻ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു പ്രധാന നേതാവും ആദ്യത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു പാട്രിസ് ലുമുമ്പ. കൊളോണിയൽ ഭരണത്തിനെതിരെ അദ്ദേഹം ശക്തമായി പോരാടി. ശകവർഷത്തിലെ ആദ്യത്തെ മാസം? ചൈത്രം. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷത്തിലെ ആദ്യ മാസമാണ് ചൈത്രം. മാർച്ച് 22 അല്ലെങ്കിൽ മാർച്ച് 21 അതിവർഷങ്ങളിൽ ആണ് ചൈത്രം 1 വരുന്നത്. ഇന്തോനേഷ്യയുടെ നാണയം? റുപിയ. ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക കറൻസിയാണ് ഇന്തോനേഷ്യൻ റുപിയ. ഒരു ദ്വീപ് രാഷ്ട്രമായ ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ്. ഇന്ത്യൻ കറൻസി ദശാംശ സംവിധാനത്തിലേക്ക് മാറിയ വർഷം? 1957. 1957 ഏപ്രിൽ 1 ഇന്ത്യ ദശാംശ നാണയ സമ്പ്രദായം സ്വീകരിച്ചത്. ഇതിനു മുമ്പ് ഒരു 16 രൂപ അണകളായി വിഭജിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഇത് 100 പൈസയായി മാറി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനുശേഷം 1947 മുതൽ 1948 വരെ മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു. പിന്നീട് സിസ്റ്റർ രാജഗോപാലാചാരി ഈ പദവിയിലെത്തി. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്? ജയ്പൂർ. രാജസ്ഥാന്റെ തലസ്ഥാനമായ ജയ്പൂർ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നു.
കാരണം നഗരത്തിലെ മിക്ക കെട്ടിടങ്ങൾക്കും പിങ്ക് നിറം നൽകിയിരിക്കുന്നു. ഇവിടത്തെ ചരിത്രപരമായ കോട്ടകളും കൊട്ടാരങ്ങളും പ്രസിദ്ധമാണ്. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എം. രാമുണ്ണി നായർ. എം. രാമുണ്ണി നായർ സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രമുഖ മലയാള സാഹിത്യകാരനാണ്. നർമ്മം നിറഞ്ഞ ലേഖനങ്ങളിലൂടെയും കഥകളിലൂടെയും അദ്ദേഹം പ്രസിദ്ധനായി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട നീതിന്യായ വിഭാഗമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. നെതർലൻഡ്സിലെ ഹേഗിലാണ് ഇതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ബംഗാളിന്റെ ദുർഗം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. ദാമോദർ നദിക്ക് മുമ്പ് പതിവായി വെള്ളപ്പൊക്കമുണ്ടാകുകയും അത് ബംഗാളിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇത് ബംഗാളിന്റെ ദുർഗം എന്നറിയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി 1945 സെപ്റ്റംബർ 2. 1939 ആരംഭിച്ച് 1945 അവസാനിച്ച രണ്ടാം ലോക മഹായുദ്ധം മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ യുദ്ധമായിരുന്നു. 1945 സെപ്റ്റംബർ 2 ജപ്പാൻ കീഴടങ്ങിയതോടെയാണ് യുദ്ധം അവസാനിച്ചത്. പിയറി ക്യൂറിയോടൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് മേരി ക്യൂറി. പിയറി ക്യൂറിയോടൊപ്പം മേരി ക്യൂറി റേഡിയം, പൊളോണിയം എന്നീ മൂലകങ്ങൾ കണ്ടുപിടിച്ചു. റേഡിയോ ആക്ടിവിറ്റിയിൽ നടത്തിയ പഠനങ്ങൾക്ക് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചു. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക. യൂറോപ്യൻ പര്യവേക്ഷകർക്ക് ആഫ്രിക്കയുടെ ഉൾഭാഗങ്ങളെക്കുറിച്ച് അധികം അറിവില്ലാതിരുന്നതിനാൽ 16-ാം നൂറ്റാണ്ട് മുതൽ ഇരുണ്ട ഭൂഖണ്ഡം എന്ന് ഇത് വിശേഷിപ്പിക്കപ്പെട്ടു. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757 ജൂൺ 23 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയും ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗളയും തമ്മിൽ പ്ലാസി യുദ്ധം നടന്നു. ഈ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ടു. പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീതോപകരണം സിത്താർ. ലോകപ്രശസ്ത സിത്താർ മാന്ത്രികനായിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ. ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തെ ലോകവേദിയിൽ എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. മാലി എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് മാധവൻ നായർ. പ്രശസ്ത മലയാള ബാലസാഹിത്യകാരനും പത്രപ്രവർത്തകനുമായിരുന്നു മാലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാധവൻ നായർ. നിരവധി കുട്ടിക്കഥകളും നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 1925 വരെ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന സംഭവമായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആചാര്യ വിനോബ ഭാവെ സത്യാഗ്രഹത്തെ നിരീക്ഷിക്കാൻ എത്തിയിരുന്നു. സ്വാതന്ത്ര്യഗാഥ രചിച്ചത് കുമാരനാശാൻ. മലയാളത്തിലെ പ്രമുഖ കവിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു കുമാരനാശാൻ. സ്വാതന്ത്ര്യഗാഥ ഉൾപ്പെടെ നിരവധി ഉജ്ജ്വല കാവ്യങ്ങൾ അദ്ദേഹം രചിച്ചു. അധ്യാത്മയുദ്ധം രചിച്ചത് വാഗ്ഭടാനന്ദൻ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും ആത്മവിദ്യാസംഘം സ്ഥാപകനുമായിരുന്ന വാഗ്ഭടാനന്ദൻ രചിച്ച ഒരു പ്രധാന കൃതിയാണ് അധ്യാത്മയുദ്ധം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ അദ്ദേഹം പോരാടി. പെരിനാട് സമരം നയിച്ചത് അയ്യങ്കാളി. കേരളത്തിലെ ഒരു പ്രധാന സാമൂഹിക പരിഷ്കർത്താവും ദളിത് നേതാവുമായിരുന്നു അയ്യങ്കാളി. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശത്തിനായി അദ്ദേഹം പെരിനാട് സമരം പോലുള്ള നിരവധി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ. ഇത് പാലിന്റെ ഗുണനിലവാരം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. പ്രമുഖ മലയാള കവിയും പണ്ഡിതനുമായിരുന്ന കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു. സംസ്കൃത കൃതികൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം
സ്വിറ്റ്സർലൻഡ്. മനോഹരമായ പർവ്വതനിരകളും തടാകങ്ങളും ആൽപൈൻ ഭൂപ്രദേശങ്ങളും കാരണം സ്വിറ്റ്സർലൻഡ് യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്നു. ഇതൊരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ആവി യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ട്. വ്യവസായ വിപ്ലവത്തിന് അടിത്തറയിട്ട പ്രധാന കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ജെയിംസ് വാട്ട് മെച്ചപ്പെടുത്തിയ ആവി യന്ത്രം. ഇത് ഗതാഗതം, വ്യവസായം എന്നിവയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പെൻസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ആധുനിക ആന്റിബയോട്ടിക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928-ൽ പെൻസിലിൻ കണ്ടുപിടിച്ചു. ഈ കണ്ടെത്തൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചു. വാഹനങ്ങളുടെ വേഗത അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. ഒരു വാഹനത്തിന്റെ തൽക്ഷണ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. ഇത് വാഹനത്തിന്റെ ഡാഷ്ബോർഡിൽ ഘടിപ്പിച്ചിരിക്കും. കേരള ഇബ്സൺ എന്നറിയപ്പെട്ടത് എൻ. കൃഷ്ണപിള്ള. മലയാള നാടക സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് എൻ. കൃഷ്ണപിള്ള കേരള ഇബ്സൺ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ നാടകങ്ങൾ സാമൂഹിക വിമർശനങ്ങൾക്ക് പേരുകേട്ടതാണ്. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി. പശ്ചിമഘട്ടത്തിലെ ഒരു പർവ്വതനിരയായ നീലഗിരി മലനിരകൾ എന്നറിയപ്പെടുന്നു. ഇവിടത്തെ നീലക്കുറിഞ്ഞി പൂക്കുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. ഇന്ത്യയിലെ ഒരു പ്രമുഖ ദേശീയ ഹോക്കി ടൂർണമെന്റായിരുന്നു രംഗസ്വാമി കപ്പ്. ഇത് ഇന്ത്യൻ ഹോക്കിയിലെ ഏറ്റവും പഴക്കമുള്ള ടൂർണമെന്റുകളിലൊന്നാണ്. ബുധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ബോധ്ഗയ. ബുദ്ധമതവിശ്വാസികൾക്ക് ഏറ്റവും പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ബീഹാറിലെ ബോധ്ഗയ. ഇവിടെ വെച്ചാണ് ഗൗതമ ബുദ്ധന് ബോധിവൃക്ഷച്ചുവട്ടിൽ വെച്ച് ജ്ഞാനോദയം ലഭിച്ചത്. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 141. കേരള നിയമസഭയിൽ ആകെ 141 അംഗങ്ങളുണ്ട്. ഇതിൽ 140 പേരെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഒരാളെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം. പ്രകാശവർഷം എന്നത് ദൂരം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണ്. പ്രകാശം ഒരു വർഷം കൊണ്ട് ശൂന്യതയിൽ സഞ്ചരിക്കുന്ന ദൂരമാണിത്. ഏകദേശം 9.46 ട്രില്യൺ കിലോമീറ്ററിന് തുല്യമാണിത്. ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദം. ഹിന്ദുമതത്തിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ വേദങ്ങളിൽ ഒന്നാണ് ഋഗ്വേദം. ഇത് 1028 സൂക്തങ്ങളും 10 മണ്ഡലങ്ങളും ഉൾക്കൊള്ളുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട 1975 ഏപ്രിൽ 19 സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ വിക്ഷേപിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ബഹിരാകാശത്തുപോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. 1984-ൽ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് T-11 എന്ന ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ ബഹിരാകാശത്തുപോയി. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ പൗരനാണ് അദ്ദേഹം. സിഖ് മതം സ്ഥാപിച്ചത് ഗുരു നാനാക്ക്. സിഖ് മതത്തിന്റെ സ്ഥാപകനും ആദ്യത്തെ ഗുരുവുമായിരുന്നു ഗുരു നാനാക്ക് ദേവ്. 15ാം നൂറ്റാണ്ടിൽ ദക്ഷിണേഷ്യയിലാണ് സിഖ് മതം രൂപപ്പെട്ടത്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റു മരിച്ചു. ഈ ദിനം ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ഡോക്ടർ കെ.എൻ. രാജ് ഏത് നിലയിലാണ് പ്രസിദ്ധൻ? സാമ്പത്തിക വിദഗ്ധൻ. പ്രമുഖ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ കെ.എൻ. രാജ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ അംഗമെന്ന നിലയിലും അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൊല്ലവർഷം തുടങ്ങിയത് AD 825. AD 825-ൽ ചിങ്ങം 1-നാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിന്റെ പ്രാദേശിക കലണ്ടറുകളിൽ ഒന്നാണ് കൊല്ലവർഷം.
ഗ്രാൻഡ് കാനിയൻ ഏത് രാജ്യത്താണ്? USA. അമേരിക്കയിലെ അരിസോണ സംസ്ഥാനത്തുള്ള കൊളറാഡോ നദിയിലൂടെ രൂപപ്പെട്ട ഒരു ഭീമാകാരമായ മലയിടുക്കാണ് ഗ്രാൻഡ് കാനിയൻ. ഇത് ലോകത്തിലെ പ്രകൃതിദത്തമായ അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. സോഡാവെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. സോഡാവെള്ളത്തിൽ കാർബൺ ഡയോക്സൈഡ് ഉയർന്ന മർദ്ദത്തിൽ ലയിപ്പിക്കുമ്പോൾ അത് പാനീയത്തിന് കുമിളകളും ഒരു പ്രത്യേക രുചിയും നൽകുന്നു. ശ്രീശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി. അദ്വൈത തത്വചിന്തയുടെ പ്രമുഖ വക്താവായ ശ്രീശങ്കരാചാര്യർ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ജനിച്ചത്. 8ാം നൂറ്റാണ്ടിലെ പ്രമുഖ ആധ്യാത്മിക ആചാര്യനായിരുന്നു അദ്ദേഹം. രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാവുന്നത് സൂര്യൻ ഏതു രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്? ഭൂമധ്യരേഖ. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുമ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ പ്രതിഭാസം വിഷുവം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലൻഡ്. ഡെൻമാർക്കിന്റെ കീഴിലുള്ള ഗ്രീൻലൻഡ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ്. ഇത് ആർട്ടിക്, അറ്റ്ലാന്റിക് സമുദ്രങ്ങൾക്കിടയിൽ വടക്കേ അമേരിക്കയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പറക്കുന്ന സസ്തനി വവ്വാൽ. പറക്കാൻ കഴിവുള്ള ഒരേയൊരു സസ്തനിയാണ് വവ്വാൽ. ഇവ സാധാരണയായി രാത്രികാലങ്ങളിൽ ഇരതേടുകയും കൂട്ടമായി വസിക്കുകയും ചെയ്യുന്നു. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. സോവിയറ്റ് യൂണിയന്റെ വാലന്റീന തെരഷ്കോവ 1963-ൽ ബഹിരാകാശത്തു പോയ ആദ്യത്തെ വനിതയായി ചരിത്രം കുറിച്ചു. വോസ്റ്റോക്ക് 6 എന്ന പേടകത്തിലാണ് അവർ യാത്ര ചെയ്തത്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലി. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമായ ബാരോമീറ്റർ 1643-ൽ ഇവാഞ്ചലിസ്റ്റ ടോറിസെല്ലി കണ്ടുപിടിച്ചു. ലെക് വാൽസ ഏത് രാജ്യക്കാരനാണ്? പോളണ്ട്. പോളണ്ടിലെ സോളിഡാരിറ്റി പ്രസ്ഥാനത്തിന്റെ നേതാവും പിന്നീട് പോളണ്ടിന്റെ പ്രസിഡന്റുമായി മാറിയ ലെക് വാൽസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. ബഹിരാകാശത്തു പോയ ആദ്യത്തെ മനുഷ്യനായ യൂറി ഗഗാറിൻ മുൻ സോവിയറ്റ് യൂണിയന്റെ പൗരനായിരുന്നു. 1961 ഏപ്രിൽ 12-ന് വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിലാണ് അദ്ദേഹം ചരിത്രപരമായി യാത്ര നടത്തിയത്. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തൽ. നീന്തലിലെ 4 പ്രധാന സ്ട്രോക്കുകളിൽ ഒന്നാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക്. വളരെ വേഗതയേറിയതും എന്നാൽ ഊർജ്ജം ആവശ്യമുള്ളതുമായ ഒരു ശൈലിയാണിത്. മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയും ഭക്തനുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ മലയാള ഭാഷയെയും സാഹിത്യത്തെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ക്യൂബ കണ്ടെത്തിയത് കൊളംബസ് 1492. 1492-ൽ ക്രിസ്റ്റഫർ കൊളംബസ് ക്യൂബ കണ്ടെത്തി. സ്പാനിഷ് സാമ്രാജ്യത്തിന്റെ കോളനിവൽക്കരണത്തിൽ ഇത് ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. വടക്കുപടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അഹിംസാത്മകമായ സമരരീതികളാൽ അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. വിവേകാനന്ദ മെമ്മോറിയൽ എവിടെയാണ്? കന്യാകുമാരി. സ്വാമി വിവേകാനന്ദന്റെ സ്മരണാർത്ഥം കന്യാകുമാരിയിലെ ഒരു പാറയിൽ സ്ഥാപിച്ച സ്മാരകമാണിത്. 1892-ൽ വിവേകാനന്ദൻ ഇവിടെ ധ്യാനിച്ചിരുന്നു. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ്. മലേറിയ രോഗത്തിന് കാരണമാകുന്ന പരാദജീവിയെയും അത് കൊതുകുകൾ വഴി പകരുന്നുവെന്നും 1897-ൽ സർ റൊണാൾഡ് റോസ് കണ്ടെത്തി. ഈ കണ്ടെത്തൽ മലേറിയ നിയന്ത്രണത്തിൽ നിർണായകമായിരുന്നു. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. ശുക്രൻ സൂര്യനിൽ നിന്ന് രണ്ടാമത്തെ ഗ്രഹമാണ്. അതിന്റെ അന്തരീക്ഷത്തിലെ കട്ടിയുള്ള മേഘങ്ങൾ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിച്ച് തിളക്കം നൽകുന്നതിനാൽ രാത്രി ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള വസ്തുവായി ഇത് കാണപ്പെടുന്നു.
അണുസംഖ്യയും അണുഭാരവും തുല്യമായ മൂലകം. ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് അണുസംഖ്യയും അണുഭാരവും തുല്യമായ ഏക മൂലകം. ഇതിന്റെ അണുസംഖ്യ 1 ആറ്റോമിക ഭാരം ഏകദേശം 1.008 ആണ്. ഇന്ത്യയുമായി നാവികമാർഗം വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം പോർച്ചുഗൽ. 1498-ൽ വാസ്കോഡ്ഗാമ ഇന്ത്യയിൽ കപ്പലിറങ്ങിയതോടെ പോർച്ചുഗൽ ഇന്ത്യയുമായി നേരിട്ടുള്ള നാവിക വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ രാജ്യമായി. ഇത് യൂറോപ്യൻ കോളനിവൽക്കരണത്തിന് വഴി തുറന്നു. പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. പ്ലാസ്മ എന്നത് വാതകാവസ്ഥയിലുള്ള പദാർത്ഥം അയോണീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നാലാമത്തെ അവസ്ഥയാണ്. നക്ഷത്രങ്ങൾ, മിന്നൽ, ഫ്ലൂറസെന്റ് വിളക്കുകൾ എന്നിവയിൽ പ്ലാസ്മ കാണപ്പെടുന്നു. സിംല കരാറിൽ ഒപ്പുവെച്ചത് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. 1972-ൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സിംല കരാറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവെച്ചു. 1971-ലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് ശേഷമുള്ള സമാധാനം സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി. യാങ്സി നദി ചൈനയിലൂടെ ഒഴുകുന്ന ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ നദിയായ ഇത് ചൈനയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും സാമ്പത്തിക രംഗത്തും നിർണായക പങ്ക് വഹിക്കുന്നു. ശിലാക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തീരപട്ടണം മഹാബലിപുരം. തമിഴ്നാട്ടിലെ മഹാബലിപുരം പല്ലവ കാലഘട്ടത്തിലെ ശിലാക്ഷേത്രങ്ങൾക്കും കൊത്തുപണികൾക്കും പേരുകേട്ടതാണ്. യുനെസ്കോ ലോക പൈതൃക സ്ഥലമായ ഇത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. ഇന്ത്യക്കാർ സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ കാരണം അംഗങ്ങളിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതുകൊണ്ട്. 1927-ൽ രൂപീകരിച്ച സൈമൺ കമ്മീഷനിലെ എല്ലാ അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നത് ഇന്ത്യക്കാരിൽ പ്രതിഷേധമുണ്ടാക്കി. ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ പഠിക്കാൻ വന്ന കമ്മീഷനിൽ ഇന്ത്യക്കാർ ഇല്ലാത്തതിനാൽ അവർ അത് ബഹിഷ്കരിച്ചു. ആദംസ് ബ്രിഡ്ജ് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിൽ? ഇന്ത്യയും ശ്രീലങ്കയും. ആദംസ് ബ്രിഡ്ജ്, രാമസേതു, ഇന്ത്യയുടെ തെക്കുകിഴക്കൻ തീരത്തിനും ശ്രീലങ്കയുടെ വടക്കുപടിഞ്ഞാറൻ തീരത്തിനുമിടയിലുള്ള ഒരു പ്രകൃതിദത്തമായ ചുണ്ണാമ്പുകല്ല് പാലമാണ്. ഇത് പാക് കടലിടുക്കിന് കുറുകെ സ്ഥിതി ചെയ്യുന്നു. ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും പ്രസിഡന്റാണ് ഫിനാൻസ് കമ്മീഷനെ രൂപീകരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള വരുമാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ശുപാർശ ചെയ്യുന്നു. ഇന്ത്യയിൽ സായുധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് സായുധ സേനകളുടെ പരമോന്നത കമാൻഡർ. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സൈനിക ശക്തിയുടെ സൊവലേൺ കൺട്രോൾ ഉറപ്പാക്കുന്നു. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആശാപൂർണാദേവി. 1976-ൽ ബംഗാളി സാഹിത്യകാരി ആശാപൂർണാദേവിക്ക് പ്രഥമ പ്രതിശ്രുതി എന്ന കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. ഇത് ജ്ഞാനപീഠം നേടുന്ന ആദ്യ വനിതയായി അവരെ മാറ്റി. ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രം വത്തിക്കാൻ. ഇറ്റലിയിലെ റോം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാഷ്ട്രമാണ്. റോമൻ കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണിത്. ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനാണ് ഡാർജിലിംഗ്. അതിന്റെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കും ഹിമാലയൻ കാഴ്ചകൾക്കും പേരുകേട്ടതാണ്. ഗുൽമാർഗ് സുഖവാസകേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ പിർ പാഞ്ചൽ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ഹിൽ സ്റ്റേഷനാണ് ഗുൽമാർഗ്. ശൈത്യകാല സ്പോർട്സുകൾക്കും മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിനും ഇത് പേരുകേട്ടതാണ്. റിവോൾവർ കണ്ടുപിടിച്ചത് സാമുവൽ കോൾട്ട്. 1836-ൽ സാമുവൽ കോൾട്ട് പേറ്റന്റ് നേടിയ റിവോൾവർ ഒന്നിലധികം വെടിയുണ്ടകൾ തുടർച്ചയായി നിറക്കാൻ കഴിയുന്ന ഒരു തരം ഹാൻഡ്ഗണാണ്.
ആയുധ സാങ്കേതികവിദ്യയിൽ ഇതൊരു വലിയ മുന്നേറ്റമായിരുന്നു. ആൺവർഗം പ്രസവിക്കുന്ന ജീവി. കടൽക്കുതിര. കടൽക്കുതിരകളിൽ ആൺവർഗമാണ് മുട്ടകൾ സംരക്ഷിക്കുകയും വിരിയിക്കുകയും ചെയ്യുന്നത്. പെൺകടൽക്കുതിരകൾ മുട്ടകൾ ആൺകടൽക്കുതിരയുടെ ബാഗിൽ നിക്ഷേപിക്കുകയും അവയെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ പുറത്തുവിടുകയും ചെയ്യുന്നു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് സ്ഥിതി ചെയ്യുന്നു. കിഴങ്ങുവിളകളുടെ ഉത്പാദനക്ഷമതയും ഉപയോഗവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഗവേഷണങ്ങൾ അവർ നടത്തുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ആസ്ഥാനം അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിലാണ്. ലോകസമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 3 തവണ ഊർവശി അവാർഡ് നേടിയത് ശാരദ. നടി ശാരദയ്ക്ക് 3 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ഊർവശി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ അവരുടെ മികച്ച സംഭാവനകളെ ഇത് അടയാളപ്പെടുത്തുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഓസ്കാർ അവാർഡ് നേടിയത് ഭാനു അത്തയ. 1982 പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ചിത്രത്തിന് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഭാനു അത്തയ. മാർത്താണ്ഡവർമ്മ എന്ന നോവലെഴുതിയത് CV രാമൻപിള്ള. മലയാള സാഹിത്യത്തിലെ ചരിത്ര നോവൽ ശാഖയുടെ പിതാവായി അറിയപ്പെടുന്ന CV രാമൻപിള്ളയുടെ വിഖ്യാത കൃതിയാണ് മാർത്താണ്ഡവർമ്മ. 1891 ഇത് പ്രസിദ്ധീകരിച്ചു. ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ച ശാസ്ത്രശാഖ ന്യൂറോളജി. നാഡീവ്യൂഹത്തെയും അതിന്റെ തകരാറുകളെയും കുറിച്ച് പഠിക്കുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂറോളജി. തലച്ചോറ്, സുഷുമ്നാ നാഡി, ഞരമ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മലമ്പനിക്ക് കാരണമായ കൊതുകുവർഗം അനോഫിലസ്. പ്ലാസ്മോഡിയം പരാദങ്ങളെ പരത്തുന്ന അനോഫിലസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് മലമ്പനി രോഗത്തിന് കാരണമാകുന്നത്. പുകയിലയിൽ കാണുന്ന പ്രധാന വിഷവസ്തു നിക്കോട്ടിൻ. പുകയിലയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു ആൽക്കലോയിഡാണ് നിക്കോട്ടിൻ. ഇത് അഡിക്റ്റീവായതും നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതുമായ ഒരു രാസവസ്തുവാണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ലേബർ പാർട്ടിയുടെ ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യയിലെ 100 രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ്? റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യയിലെ കറൻസി നോട്ടുകളിൽ 1 രൂപ നോട്ട് ഒഴികെ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പാണ് കാണപ്പെടുന്നത്. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ മിഹിർ സെൻ. 1958 ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മിഹിർ സെൻ. ലോകത്തിലെ 7 സമുദ്രങ്ങൾ നീന്തിക്കടന്ന ആദ്യത്തെ വ്യക്തി എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. മത്സരങ്ങളിൽ സമനില ഒഴിവാക്കാനും വിജയിയെ നിർണയിക്കാനും ടൈ ബ്രേക്കർ ഉപയോഗിക്കുന്നു. ഷൂട്ടൌട്ടുകൾ, അധിക സമയം തുടങ്ങിയ രീതികൾ ഫുട്ബോളിൽ ടൈ ബ്രേക്കറായി ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. 1526 നടന്ന ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറ പാകി. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? പെരമ്പൂർ, ചെന്നൈ. ചെന്നൈയിലെ പെരമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഇന്ത്യൻ റെയിൽവേക്കായുള്ള പാസഞ്ചർ കോച്ചുകൾ നിർമ്മിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ സ്ഥാപനമായ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. 1950 ജനുവരി 28 ഇത് സ്ഥാപിതമായത്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം
മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അജന്ത ഗുഹകൾ ബുദ്ധമത ശിലാക്ഷേത്രങ്ങൾക്കും ഭിത്തിച്ചിത്രങ്ങൾക്കും പേരുകേട്ടതാണ്. ഇത് യുനെസ്കോ ലോക പൈതൃക സ്ഥലമാണ്. ഉടുമ്പൻചോല ഏത് ജില്ലയിലാണ്? ഇടുക്കി. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു താലൂക്കാണ് ഉടുമ്പൻചോല. പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഈ പ്രദേശം ഹൈറേഞ്ച് മേഖലയിൽ ഉൾപ്പെടുന്നു. വിശ്വഭാരതി സർവകലാശാല സ്ഥാപകൻ ടാഗോർ. രബീന്ദ്രനാഥ ടാഗോർ 1921-ൽ പശ്ചിമ ബംഗാളിലെ ശാന്തിനികേതനിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. വിദ്യാഭ്യാസം, കല, സംസ്കാരം എന്നിവ സമന്വയിപ്പിക്കുന്ന ഒരു ആഗോള കാഴ്ചപ്പാടോടെയാണ് അദ്ദേഹം ഇത് ആരംഭിച്ചത്. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. ഗൗതമ ബുദ്ധൻ ജനിച്ച സ്ഥലമായി കണക്കാക്കപ്പെടുന്ന നേപ്പാളിലെ ഒരു ബുദ്ധതീർത്ഥാടന കേന്ദ്രമാണ് ലുംബിനി. യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണിത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി. 1965-ലെ ഇന്ത്യ-പാക് യുദ്ധസമയത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി മുന്നോട്ടുവെച്ച മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. സൈനികരെയും കർഷകരെയും ആദരിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ശക്തി ഊന്നിപ്പറയുകയായിരുന്നു ലക്ഷ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ വില്യം ബെൻഡിക്ക്. 1835-ൽ വില്യം ബെൻഡിക്ക് പ്രഭുവിന്റെ ഭരണകാലത്ത് കൊൽക്കത്തയിൽ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. ആധുനിക വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തിന് ഇത് തുടക്കമിട്ടു. ആരുടെ കാലത്താണ് ഹ്യൂയാൻ സാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷൻ. പ്രശസ്ത ചൈനീസ് ബുദ്ധസന്യാസിയായ ഹ്യൂയാൻ സാങ് 7-ാം നൂറ്റാണ്ടിൽ ഹർഷവർദ്ധനന്റെ ഭരണകാലത്താണ് ഇന്ത്യ സന്ദർശിച്ചത്. തന്റെ യാത്രാവിവരണങ്ങളിൽ അന്നത്തെ ഇന്ത്യൻ സാമൂഹിക, രാഷ്ട്രീയ, മത സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായി രേഖപ്പെടുത്തി. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീൻ. 1965-ൽ പുറത്തിറങ്ങിയ ചെമ്മീൻ എന്ന ചിത്രം മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ, ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള ചലച്ചിത്രമാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട്ടാണ് ഇത് സംവിധാനം ചെയ്തത്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള 8ാമത്തെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിലെ 4ാമത്തെ വലിയ ഗ്രഹം കൂടിയാണിത്. ലോക്മാന്യ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും ദേശീയ നേതാവുമായിരുന്ന ബാലഗംഗാധര തിലകിനെയാണ് ലോക്മാന്യ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യ ക്രൈസ്തവ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂർ. AD 52-ൽ സെന്റ് തോമസ് അപ്പോസ്തലൻ കൊടുങ്ങല്ലൂരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ പള്ളി സ്ഥാപിച്ചു എന്നാണ് വിശ്വാസം. ഇത് ഇന്ത്യയിലെ ക്രൈസ്തവ മതത്തിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാന സ്ഥലമാണ്. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ഇസ്രോ പ്രധാന സ്ഥാപനങ്ങളിലൊന്നായ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC തിരുവനന്തപുരം ജില്ലയിൽ തുമ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച രാജാവ് ശ്രീചിത്തിര തിരുനാൾ. 1936-ൽ ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇത് തിരുവിതാംകൂറിലെ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം സാധ്യമാക്കി. 18-ാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകൻ VET ഭട്ടതിരിപ്പാട്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും നാടകകൃത്തുമായിരുന്ന VET ഭട്ടതിരിപ്പാട് തന്റെ 18-ാം വയസ്സിലാണ് ഔപചാരിക വിദ്യാഭ്യാസം ആരംഭിച്ചത്. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ അദ്ദേഹം പോരാടി. ഏതു വർഷമായിരുന്നു VET ഭട്ടതിരിപ്പാടിന്റെ യാചനായാത്ര? 1931. നമ്പൂതിരി സമുദായത്തിലെ സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെയും വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി VET ഭട്ടതിരിപ്പാട് 1931-ൽ നടത്തിയ യാത്രയാണ് യാചനായാത്ര.
സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത്. സാധുജന പരിപാലിനി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 1907 സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ ഔദ്യോഗിക പത്രമായിരുന്നു 1913 ആരംഭിച്ച സാധുജന പരിപാലിനി. ദളിത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ഇത് ശബ്ദമുയർത്തി.